വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എല്ലാവർക്കും ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മള് ഏകദേശം 25 ദിവസം കഴിഞ്ഞ് 26ാമത്തെ ദിവസത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പൊ അറിയാം നിങ്ങൾക്ക് ധാരാളം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 60 ഡേയ്സ് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആണ് നമ്മള്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഏകദേശം സിലബസ് തന്നെ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ സിലബസിലെ ഒട്ടുമുക്കാൽ ഭാഗവും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയമില്ല കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അതിൽ ആദ്യത്തേത് തന്നെ GST കുറിച്ചാണ്. അപ്പൊ GST എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ GSTയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് എപ്പോഴും എന്താ ചോദിക്കാറ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ പുതിയ ഭേദഗതിയെ കുറിച്ചും അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ GST ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ. എന്താണ് GST? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളതാണ് GSTയുടെ പൂർണ്ണരൂപം. അത് ഞാൻ പറഞ്ഞു തരാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് അല്ലെ. അപ്പോ GST ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഏത് രാജ്യമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രാൻസ് ആണെന്ന് പറയണം കേട്ടോ. ലോകത്ത് ആദ്യമായിട്ട് GST നടപ്പിലാക്കിയത് ഏത് രാജ്യമാണ്? ഫ്രാൻസ് ആണ് ലോകത്ത് ആദ്യമായിട്ട് GST നടപ്പിലാക്കിയത്. ഇനി GST ബില്ല് ഇന്ത്യയിലാണെങ്കിൽ GST ബില്ല് രാഷ്ട്രപതി എന്നാണ് ഒപ്പുവെച്ചത്? 2016 സെപ്റ്റംബർ മാസം 8-ാം തീയതി രാഷ്ട്രപതി ഒപ്പുവെക്കുകയാണ് GST ബില്ല്. നമ്മുടെ GST ഉദ്ഘാടനം ചെയ്ത വർഷം എന്നാണ്? 2017 ജൂൺ മാസം 30-ന് GST ഉദ്ഘാടനം ചെയ്തു എങ്കിലും GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 മുതലാണ്. GST നിലവിൽ വന്നത് എന്നാണ്? നിലവിൽ വന്നത് 2017 ജൂലൈ 1 മുതലാണ്. ഈ ജൂലൈ എന്താ പറയാ, ഇന്ത്യയിൽ പ്രഥമ GST ഡേ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ആഘോഷിച്ചത് അല്ലെങ്കിൽ ആചരിച്ചത് 2018 ജൂലൈ 1 അപ്പൊ 2017 കഴിഞ്ഞ് 2018 ജൂലൈ 1 ഇപ്പൊ പ്രഥമ GST ഡേ ആയിട്ട് ആചരിക്കുകയുണ്ടായിട്ടോ. ഇനി GST ഉദ്ഘാടനം ചെയ്തത് ആരൊക്കെയാണ്? GST ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രണബ് മുഖർജി ഉണ്ടല്ലോ, പ്രണബ് മുഖർജിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും, പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും ചേർന്നാണ് എന്ത് ഉദ്ഘാടനം ചെയ്തത്? GST ഉദ്ഘാടനം ചെയ്തത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇന്ത്യയിൽ നിലവിൽ എങ്ങനെയുള്ള GST ആണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ നിലവിലുള്ള GST എന്താണ്? ഡ്യുവൽ GST സിസ്റ്റം ആണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. അതെന്താ അറിയോ മക്കളെ? കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ GST ചുമത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്യുവൽ GST അഥവാ ഇരട്ട GST എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ GST എന്താ പറയാ ബില്ല് പാസ്സാക്കാനായിട്ട് 16 സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമായിരുന്നു. ഈ GST ബില്ല് പാസ്സാവണേനെ എത്ര സ്റ്റേറ്റിന്റെ? 16 സ്റ്റേറ്റ്സിന്റെ എന്ത് വേണമെന്നാ പറയണേ? സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമായിരുന്നു. അങ്ങനെ GST ബിൽ പാസ്സാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ചോദിക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം അസം ആയിരുന്നു. ആദ്യം അസം പാസ്സാക്കി, രണ്ടാമത് ആര് പാസ്സാക്കി? ബീഹാർ പാസ്സാക്കി. അങ്ങനെ 16ാമത്തത് ആര് പാസ്സാക്കി? ഒഡീഷ പാസ്സാക്കി. അങ്ങനെയാണ് ഇന്ത്യയിൽ GST വരണേ. 16 സ്റ്റേറ്റ് അതിനെ അംഗീകരിക്കണമായിരുന്നു കേട്ടോ. ഇനി അടുത്തത് GST എന്ന് പറയുന്ന ആശയം, നമ്മള് GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണെങ്കിലും GST എന്ന് പറയുന്ന ആശയം 2005 തന്നെ ഇന്ത്യയിൽ GST എന്ന് പറയുന്ന ആശയം പാർലമെന്റിൽ അവതരിപ്പിച്ചത് P ചിദംബരമാണ്. അദ്ദേഹം GST എന്ന് പറയുന്ന ആശയം 2005 തന്നെ നമ്മുടെ ഇവിടെ എന്താ പറയണ്ടായി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി GSTയില് നമ്മളിപ്പോ പാനില് എത്ര അക്കം ഉണ്ട്, അല്ലെങ്കിൽ ATMന്റെ പിന്നിൽ എത്ര പിന്നില് അക്കങ്ങളുടെ എണ്ണം എത്രയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ പല അക്കങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ GSTയില് എത്ര നമ്പർ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 ആണ് കേട്ടോ. GST നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം ഏതാണ്? 15 ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് GSTക്ക് ഒരു കൗൺസിൽ ഉണ്ട്. അങ്ങനെയുള്ള GST കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ് GST കൗൺസിൽ നിലവിൽ വന്നത്. ആ GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി അധ്യക്ഷനായ എന്തുണ്ട്? ഒരു GST കൗൺസിൽ ഉണ്ട്. ന്യൂഡൽഹിയാണ് ഈ GST കൗൺസിലിന്റെ ആസ്ഥാനം എന്ന് മനസ്സിലാക്കുക. കേരളത്തിലും ഒരു GST ഭവൻ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുണ്ട്. കേരളത്തിലെ ആ GST ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. നോക്കാം കേട്ടോ. ഇനി
ഇനി GSTയുടെ അനുബന്ധ ഘടകമായിട്ടുള്ള എംപവേർഡ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനി സ്റ്റേറ്റ്സിന്റെ ആദ്യത്തെ ചെയർമാൻ ആയിട്ട് നിയമിതനായത് ആരായിരുന്നു? KM മാണിയായിരുന്നു. 2016 പിന്നീട് അദ്ദേഹം രാജിവെക്കുക ചെയ്തത്. എന്നിട്ട് പിന്നെ അമിത് മിത്ര ചെയർമാൻ ആയിട്ട് മാറുകയും ചെയ്തു കേട്ടോ. അപ്പൊ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? KM മാണിയായിരുന്നു എന്ന് ഓർക്കാം. ഇനി GSTക്ക് ഒരു ബ്രാൻഡ് അംബാസിഡർ ഒക്കെ കേട്ടോ. GSTയുടെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തത് ആരെയായിരുന്നു? അമിതാഭ് ബച്ചനെയായിരുന്നു GSTയുടെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തത്. ഇനി GSTയുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ GSTയുടെ ഭരണഘടന ഭേദഗതി അല്ലെ 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഭേദഗതി ഏതാണ്? 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മുടെ GST നിലവിൽ വന്നത് എന്ന് ഓർത്തു വയ്ക്കാട്ടെ. GST ഭരണഘടനാ ഭേദഗതി ഏതാണ്? 101 ഭരണഘടനാ ഭേദഗതിയാണ്. GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതിയാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതിയാണ്. ശരിക്കും തുടങ്ങിയപ്പോ GST സ്ലാബുകൾ നമ്മൾ എന്താണ് 5% സ്ലാബ്, 12% സ്ലാബ്, 18% സ്ലാബ്, 28% അങ്ങനെ 4 സ്ലാബുകൾ ഉണ്ടായിരുന്നു. പിന്നെ 0% ഉണ്ട്, അതില്ലാത്തതാ. അപ്പൊ 5, 12, 18, 28 എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷേ GST കൗൺസിലിന്റെ ഒരു 56ാമത്തെ യോഗം, 56ാമത്തെ GST കൗൺസിലിന്റെ മീറ്റിംഗ് നടന്നത് 2025 ാണ്. ആ യോഗത്തിൽ 2025 സെപ്റ്റംബർ 22 മുതൽ ഒരു കാര്യം പ്രാബല്യത്തിൽ വരികയാണ്. അതായത് ഈ 5, 12, 18, 28 എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതില് എന്തിനെ മാത്രം നിലനിർത്തി? 5നെയും 18നെയും മാത്രം നിലനിർത്തി, 2 സ്ലാബുകളെ മാത്രം നിലനിർത്തി. കൂടാണ്ട് ഏതൊരു സ്ലാബും കൂടി കൊണ്ടുപോകും? 40% ഒരു പുതിയ സ്ലാബും കൂടെ കൊണ്ടുവന്നു. അതായത് ഇപ്പൊ പുകയില ഉൽപ്പന്നങ്ങള്, അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമുകളൊക്കെ ഇല്ലേ, അതുപോലെ ആഡംബര കാറുകളുടെ അതിന്റെയൊക്കെ ടാക്സ് ഉൾപ്പെടുന്നതാണ് ഈ 40% സ്ലാബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും GST എന്ന് പറയുന്ന വളരെ ഗംഭീരനായിട്ടുള്ള, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതും വളരെ ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ഒരു നമ്മുടെ പോയിന്റ് കേട്ടോ, അല്ലെങ്കിൽ ഒരു ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. അടുത്തത് ഇപ്പോ പുതിയ പരീക്ഷകളിലൊക്കെ നമ്മൾ അടുത്തത് നമ്മൾ അതാ പഠിക്കണേ, കേരള സ്റ്റേറ്റ് ഫോർമേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ടീച്ചർ പറയുന്നില്ല. അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ഥിരമായി ഇപ്പൊ ചോദിച്ചു കാണുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയണം. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഭരിക്കുമ്പോൾ കേരളം 3 ഭൂവിഭാഗങ്ങളായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് തിരുവിതാംകൂർ ആയിരുന്നു, അടുത്തത് കൊച്ചി ആയിരുന്നു, അടുത്തത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ എന്നിങ്ങനെയുള്ള 3 പ്രദേശങ്ങളായിട്ടായിരുന്നു നിലനിന്നത്. ഇത് ഈ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ഉൾക്കൊള്ളിച്ച് കേരള സംസ്ഥാനം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഫസൽ അലി കമ്മീഷൻ ആണ്. ആരാണ്? ജസ്റ്റിസ് ഫസൽ അലി കമ്മീഷൻ. ജസ്റ്റിസ് ഫസൽ അലി കമ്മീഷൻ ഇങ്ങനെ ഒരു കേരള സംസ്ഥാനം രൂപീകരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നതിന് മുമ്പ് 1949 ജൂലൈ മാസം 1-ാം തീയതി എന്ത് നടക്കുകയുണ്ടായി? കൊച്ചി സംയോജനം നടക്കുകയുണ്ടായി. എന്താണ്? തിരുവിതാംകൂറിനെയും കൊച്ചിയും കൂടെ കൂട്ടിയോജിപ്പിച്ചു. കൊച്ചി സംയോജനം നടന്ന് കേരളത്തിൽ 5 ജില്ലകൾ രൂപീകരിക്കുകയുണ്ടായി. 5 ജില്ലകൾ ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് തിരുവനന്തപുരം, അടുത്തത് കൊല്ലം, അടുത്തത് കോട്ടയം. ഏതാണ്? കോട്ടയം. അടുത്തത് തൃശൂർ, അടുത്തത് മലബാർ എന്ന് പറയുന്ന ജില്ലകളായിരുന്നു. അതിനുശേഷം ഫസൽ അലി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴും കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 5 ആണ്. ഈ പറഞ്ഞ 5 ജില്ലകളാണ് അന്ന് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴും കേരളത്തിലുള്ളത് കേട്ടോ. ഇനി നമ്മള് 1-2 കാര്യങ്ങൾ ഇവിടെ ചെയ്യണ്ടായി. അതിനകത്ത് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ PSCക്ക് ചോദിക്കുന്നുണ്ട്. PSC പരീക്ഷകളിൽ മദിരാശി എന്ന് പറയുന്ന സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ, തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ പ്രദേശങ്ങളെ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കണം മക്കളെ. തോവാള. ഏതാണ്? ഇത് സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. തോവാള. ഏതാണ്? അഗസ്തീശ്വരം, അതുപോലെ തന്നെ കൽക്കുളം,
കൽക്കുളം, വിളവൻകോട്. ഏതാണ്? വിളവൻകോട്. ഇതൊക്കെ എന്താണ്? ആർക്ക് വിട്ടുകൊടുത്തു? മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. എന്നാൽ കേരളത്തിലോട് കൂട്ടിച്ചേർക്കപ്പെട്ട കർണാടകത്തിന്റെ ഭാഗമായ താലൂക്കുകൾ ഉണ്ട്. കേരളത്തിനോട് എന്തിന്റെ കർണാടകത്തിലെ ചില താലൂക്കുകൾ കേരളത്തിലോട് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ്. ഏതൊക്കെയാണ്? കാസർഗോഡും അതുപോലെ തന്നെ ഹോസ്ദുർഗ് തുടങ്ങിയ കർണാടകത്തിന്റെ ഭാഗമായിട്ടുള്ള താലൂക്കുകൾ. അങ്ങനെയാണ് എന്താണ് കേരളത്തിൽ ധാരാളം തുളു ഭാഷയൊക്കെ സംസാരിക്കുന്ന സ്റ്റേറ്റ് ആയിട്ട്, അല്ല സോറി, ജില്ലയായിട്ട് കാസർഗോഡ് മാറുന്ന, യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായ താലൂക്കുകൾ ഏതാണ്? കാസർഗോഡും ഹോസ്ദുർഗാണ്. അപ്പൊ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോ കേരളത്തിലെ വലിയ ജില്ല ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയേണ്ടത്? മലബാർ ആണ് കേരളത്തിലെ വലിയ ജില്ല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളുണ്ട്. 1984 മെയ് മാസം 24-ാം തീയതി നിലവിൽ വന്ന കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും അവസാനം നിലവിൽ വന്ന ജില്ല. കേരളത്തിലെ എന്താ പറയാ 14ാമത്തെ ജില്ല, അല്ലെങ്കിൽ കേരളത്തിലെ വടക്കേ അറ്റത്തെ ജില്ല, അല്ലെങ്കിൽ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല, കേരളത്തിൽ ധാരാളം ഭാഷ സംസാരിക്കുന്ന ജില്ല അല്ലെ, യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല, തുളു ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല, എൻഡോസൾഫാൻ ദുരിതം നേരിടുന്ന ജില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ പറയാം? കാസർഗോഡാണ്. അല്ലെങ്കിൽ അടയ്ക്ക, പുകയില എന്നിവ ധാരാളം പ്രൊഡക്ഷൻ നടക്കുന്ന ജില്ല ഒക്കെ ഏതാണ്? കാസർഗോഡ് ജില്ലയാണ് അല്ലെ. അപ്പോ ഇത്രയാണ് നമ്മുടെ കേരള. അതിൽ നമ്മൾ മെയിനായിട്ടും ഈ സ്ഥലങ്ങള്, ഈ താലൂക്കുകളൊക്കെ പരീക്ഷയ്ക്ക് ഇപ്പോ ചോദിക്കാറുണ്ട്. പിന്നെ ഫസൽ അലി കമ്മീഷൻ പ്രധാനമാണ് ഇത് ചോദിച്ചിട്ടുണ്ട്. 49 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം കേരളം നിലവിൽ വന്നപ്പോ എത്ര ജില്ല ഉണ്ടായിരുന്നു? ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. 14ാമത്തെ ജില്ല ഏതാണ് അല്ലെ, വലിയ ജില്ല ഏതാണ്? ഇതൊക്കെ ഇതിൽ ഒന്നും തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാത്ത ഒരു ഭാഗം ഉണ്ടെന്ന് ടീച്ചർക്ക് തോന്നുന്നില്ല. അപ്പോ ഇത്രയാണ് എന്താ കേരളത്തിലെ എന്താ പറയാ കേരള സംസ്ഥാന ഫോർമേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 1-2 കാര്യങ്ങൾ ടീച്ചർക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ കാണുകയുണ്ടായി, അതായത് സദിശവും അതുപോലെ തന്നെ അതിശ അളവുകൾ എന്ന് പറഞ്ഞിട്ട് 2 അളവുകോല്. ഇതിൽ താഴെ പറയുന്നവയിൽ സദിശ അളവേത്, അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ അതിശ അളവേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം. സദിശ അളവിനെ നമ്മൾക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി, എന്താണ് സദിശ അളവ് എന്ന് പറഞ്ഞാൽ? വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെ. അതുപോലെ അതിശ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാലാർ, എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഇംഗ്ലീഷ് അറിയേണ്ടവർക്ക് അത് മനസ്സിലാക്കി വെക്കാം. അതായത് പരിമാണത്തോടൊപ്പം, മാഗ്നിറ്റ്യൂഡിനോടൊപ്പം, എന്തിനാണ് മാഗ്നിറ്റ്യൂഡ് അല്ലെ, മാഗ്നിറ്റ്യൂഡിന്റെ ആണ് എന്ത് മലയാളം, എന്ത് പരിമാണം. ഈ പരിമാണത്തിനോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളെ സദിശ, ദിശ ചേർത്ത് പറയുമ്പോൾ സദിശ അളവ് എന്ന് പറയും. അത് ഏതൊക്കെയാണ് എന്ന് പഠിച്ചു വയ്ക്കാൻ നിങ്ങൾ. സദിശ അളവുകൾക്ക് ഉദാഹരണമാണ് പ്രവേഗം. ഏതാണ്? പ്രവേഗം, സ്ഥാനാന്തരണം. പ്രവേഗം, സ്ഥാനാന്തരണം, ത്വരണം, ത്വരണം, ബലം, ബലം, ആക്കം. ഇതൊക്കെയാണ് എന്ത്? സദിശ അളവുകൾക്ക് ഉദാഹരണം. അപ്പൊ സദിശ അളവുകൾക്ക് ഉദാഹരണം പ്രവേഗം, സ്ഥാനാന്തരണം, ത്വരണം, ബലം, ആക്കം തുടങ്ങിയവയാണ്. ഇനി എന്താണ് അതിശ അളവുകള്? പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളെ, ഇവിടെ ദിശ ചേർത്ത് പറയുന്നില്ല, അതിനെയാണ് എന്ത് പറയണേ? അതിശ അളവെന്ന് പറയണേ. ഉദാഹരണം ഏതൊക്കെയാണ്? സമയം, അതുപോലെ തന്നെ പിണ്ഡം, നെക്സ്റ്റ് വൺ ദൂരം, നെക്സ്റ്റ് വൺ വിസ്തീർണം. എന്താണ്? വിസ്തീർണം. അടുത്തത് വേഗത, അടുത്തത് പ്രവൃത്തി, വേഗത കഴിഞ്ഞ പ്രവൃത്തി, അടുത്തത് വ്യാപ്തം. എന്താണ്? വ്യാപ്തം. അതുപോലെ സാന്ദ്രത. ഇതിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നു? അതിശ അളവുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ സദിശ അളവുകൾ പ്രവേഗം, സ്ഥാനാന്തരണം, ത്വരണം, ബലം, ആക്കം. അത് ദിശ ചേർത്ത് പറയുന്നു. ദിശ ചേർത്ത് പറയാത്തത് അതിശ അളവുകൾ. സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്തളവുകളാണ്?
എന്തളവുകളാണ് പറയൂ? അതിശ അളവുകളാണ് ട്ടോ. ഇനി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും നമ്മൾ നവോത്ഥാന നായകന്മാരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് 2-3 നവോത്ഥാന നായകന്മാരെ പഠിക്കുകയുണ്ടായി, കുറച്ച് നവോത്ഥാന നായകന്മാരുടെ സംഘടനകൾ പഠിക്കുകയുണ്ടായി. പക്ഷേ പരീക്ഷയ്ക്ക് കുറച്ച് നവോത്ഥാന നായകന്മാരുടെ ജന്മസ്ഥലങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കണ കാണാണ്ട്. അപ്പൊ ആ ജന്മസ്ഥലങ്ങൾ മാത്രമായിട്ട് നമ്മളൊന്ന് നോക്കി വെക്കുകയാണ്. ശ്രീനാരായണ ഗുരു തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? ശ്രീനാരായണ ഗുരു ജനിച്ചത്. അടുത്ത ആളാരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ എവിടെയാണ്? കൊല്ലൂര്. കൊല്ലൂര് കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. കൊല്ലൂര് കണ്ണമ്മൂലയും തിരുവനന്തപുരത്താണ്. അടുത്തതാരാണ്? തൈക്കാടയ്യ. ആരാണ്? തൈക്കാടയ്യ. തൈക്കാടയ്യയുടെ പ്രത്യേകത, തൈക്കാടയ്യ ജനിച്ചത് എവിടെയാണ്? തമിഴ്നാട്ടിലെ നഗലാപുരത്താണ്. തമിഴ്നാട്ടിൽ നഗലാപുരത്ത്. അടുത്തത് ജനിച്ചത് വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമിയെ ഓർക്കുക. വൈകുണ്ഠസ്വാമി ജനിച്ചത് സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്താണ്. സ്വാമിത്തോപ്പ്. അല്ലെങ്കിൽ ചില ബുക്കുകളില് ഇങ്ങനെയും കാണാം, അത് സ്വാമിത്തോപ്പ് മാത്രല്ല, ശാസ്താംകോയിൽ വിള. ശാസ്താംകോയിൽ വിള എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതെവിടെയാണ്? നാഗർകോവിലിനടുത്താണ്. അപ്പൊ നാഗർകോവിലിനടുത്ത് ശാസ്താംകോയിൽ വിള അല്ലെങ്കിൽ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമി ജനിക്കണേ. അടുത്ത ആളുടെ പേര് അയ്യങ്കാളി എന്നാണ്. അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലയിൽ വെങ്ങാനൂര് ജനിച്ചു. തിരുവനന്തപുരത്ത് വെങ്ങാനൂര് ജനിച്ചു. അടുത്തത് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. വാഗ്ഭടാനന്ദൻ ജനിച്ചത് കണ്ണൂർ ജില്ലയിൽ പാട്യം ഗ്രാമത്തിലാണ്. കണ്ണൂര് പാട്യം ഗ്രാമത്തിൽ ജനിച്ച ആളാണ് വാഗ്ഭടാനന്ദൻ. അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി അല്ലെ? പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. പാലക്കാട് കൊല്ലങ്കോട് ജനിച്ചു. അടുത്തത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് എറണാകുളം ജില്ലയിൽ ചെറായി എന്ന് പറയുന്ന സ്ഥലത്താണ്. എറണാകുളം ജില്ലയിൽ ചെറായിയിലാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, നമ്മുടെ ചാവറ അച്ഛൻ ജനിച്ചത് ആലപ്പുഴ ജില്ലയിൽ കൈനകരി എന്ന് പറയുന്ന സ്ഥലത്ത്. ചാവറ അച്ഛൻ കൈനകരി എന്ന് പറയുന്ന സ്ഥലത്ത്. അടുത്തത് പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാരഗുരുദേവൻ അല്ലെ? പത്തനംതിട്ട ജില്ലയിൽ ഇരവിപ്പേരൂരാണ് പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാരഗുരുദേവൻ ജനിക്കണേ. അടുത്തത് വക്കം അബ്ദുൾ ഖാദർ മൗലവി തിരുവനന്തപുരത്ത് വക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുകയാണ്. അടുത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അല്ലെ? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ജനിച്ച വ്യക്തിയാണ്. നെയ്യാറ്റിൻകര. ഇനി ഡോക്ടർ പൽപു. ഡോക്ടർ പൽപു ജനിച്ചതും തിരുവനന്തപുരത്താണ്. പക്ഷേ സ്ഥലത്തിന്റെ പേര് പേട്ട എന്നാണ്. പേട്ട. അടുത്തത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് കോട്ടയം ജില്ലയിൽ പെരുന്ന എന്ന് പറയുന്ന സ്ഥലമാണ്. പെരുന്ന. അടുത്തത് എ കെ ഗോപാലൻ. എ കണ്ണൂർ ജില്ലയിൽ പെരളശ്ശേരിയിൽ ജനിച്ചു. കണ്ണൂർ ജില്ലയിൽ പെരളശ്ശേരി. അടുത്തത് പണ്ഡിറ്റ് കറുപ്പന്റെ ജനനമാണ്. പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം ജില്ലയിൽ ചേരാനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ചേരാനെല്ലൂർ ട്ടോ. ഇനി അടുത്തത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ ജനിച്ചത് കോഴിക്കോട് ജില്ലയിൽ മുച്ചുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. മുച്ചുകുന്ന് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ മുച്ചുകുന്നിലാണ് ജനിച്ചത് ട്ടോ. അപ്പൊ ഇത്രയാണ്. ഇപ്പൊ നമ്മൾ എത്ര ടോപ്പിക്കാ പഠിച്ചത്? 4 ടോപ്പിക് പഠിച്ചു എന്നാ ഓർമ്മ അല്ലെ? ആദ്യം GST യെ കുറിച്ച് പഠിച്ചു, അതിനുശേഷം കേരള സ്റ്റേറ്റ് ഫോർമേഷനെ കുറിച്ച് പഠിച്ചു, അതിനുശേഷം സദിശളവും അതിശളവും പഠിച്ചു. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് നവോത്ഥാന നായകന്മാരുടെ ജന്മസ്ഥലമാണ് പഠിച്ചത്. ഇനി അടുത്തത്
അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇന്ന് 5 ടോപ്പിക് ഇനിയാ പഠിക്കണേ. ഇന്നലെ 5 ടോപ്പിക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായി. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുമ്പോ എന്തൊക്കെ കാര്യങ്ങളാ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമ്മൾ പറയേണ്ടത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ 2005 ഡിസംബർ മാസം 19-ാം തീയതിയാണ് രൂപീകൃതമായത്. 2005 ഡിസംബർ മാസം 19-ാം തീയതിയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. അപ്പോയിന്റ് ചെയ്യുന്നു ഗവർണർ. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്ക് തന്നെയാണ്, അല്ലെ? അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അവകാശവും ആർക്ക് തന്നെയാണ്? ഗവർണർക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി സംസ്ഥാനത്ത് നിയമിക്കുന്ന ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്താൻ പറ്റില്ല. പുനർനിയമനം നടത്താനായിട്ട് പറ്റില്ല എന്ന് ഓർത്തുവെക്കുക. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അതാത് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്, സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കാണ് എന്ത് സമർപ്പിക്കേണ്ടത്? അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. കേരളത്തിലെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് പാലാട്ട് മോഹൻദാസ് ആണ്. ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ്. പാലാട്ട് മോഹൻദാസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വി ഹരി നായരാണ്. ആരാണ്? വി ഹരി നായരാണ്. ഇനി 1-2 കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ നിങ്ങള്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി, സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3-അംഗ സമിതിയാണ്. അപ്പൊ ഒരു 3-അംഗ സമിതിയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത്. അതിലെ സംസ്ഥാന മുഖ്യമന്ത്രി ഉണ്ടാവും, അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടാകും. സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർമാർക്ക് താഴെ പറയുന്ന കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധം ഉണ്ടാവാൻ പാടില്ല. എന്ത്? പാർലമെന്റിലെയോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയോ അംഗമാകാൻ പാടില്ല അവര്. ഏതെങ്കിലും ആദായകരമായ മറ്റൊരു ഉദ്യോഗം അവർ വഹിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോട് അവർ ബന്ധപ്പെട്ടിരിക്കാൻ പാടില്ല. ഏതെങ്കിലും ബിസിനസ്സോ അതുപോലെ തന്നെ മറ്റു തൊഴിലുകളോ ഒന്നും അവരെ ചെയ്യാനും പാടില്ല. ഇതൊക്കെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. അപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? 5 ടോപ്പിക് അല്ലേ മക്കളെ നമ്മളിന്ന് പഠിച്ചത്? ഇന്നലെയും പഠിച്ചോട്ടെ 5 ടോപ്പിക്. അപ്പൊ നമ്മൾ നോക്കൂ, 60 ദിവസത്തെ ക്ലാസ് ആണെങ്കിൽ ഒരു ദിവസം മിനിമം ഒരു ടോപ്പിക് എങ്കിലും പഠിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഒരു ടോപ്പിക് നമ്മളിപ്പോ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ രാജാറാം മോഹൻ റോയ് അങ്ങനെയുള്ള ചില പ്രത്യേക വ്യക്തികൾ അല്ലെങ്കിൽ ചില അത്യാവശ്യം വലിയ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഒരു ദിവസം ടീച്ചർ ഇടുന്നുള്ളൂ. മിക്ക ദിവസവും 2-3 ടോപ്പിക്കുകൾ അങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ നമ്മളൊരു 60 ദിവസം കഴിയുമ്പോ നമ്മൾ എത്ര ടോപ്പിക് പഠിക്കും? 60 ടോപ്പിക് ആണോ? മിനിമം നമ്മൾ എത്രയാണ്? ഒരു 180 ടോപ്പിക് എങ്കിലും നമ്മൾ പഠിച്ചു തീരും. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ, നമ്മൾ ഏകദേശം എന്ത് കംപ്ലീറ്റഡ് ആക്കും എന്നുള്ളത്? സിലബസ് കൂടി ടോപ്പിക്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റഡ് ആവും എന്നുള്ളത്. അപ്പൊ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, വളരെ കോൺഫിഡൻസോട് കൂടി പഠിക്കുക, ഒട്ടും പിന്നോട്ട് പോവരുത്, മടി ഉണ്ടാവരുത്. കാരണം ജൂലൈ 18 നമ്മുടെ ദിവസം. ആ ദിവസം നമ്മൾ നല്ല പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യണതനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ഫ്യൂച്ചർ എന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ.